തുടക്കം ആസ് എ മൂവി ഒട്ടും മോശമല്ല. ഭയങ്കര രസകരമായി എടുത്തിരിക്കുന്ന ഒരു സീറ്റഡ്ജ് ത്രില്ലറാണ് വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന ജൂഡ് ആൻ്റണി സിനിമ. പൊതുവികാരം ഭയമാണ്. തുടക്കം മുതൽ അവസാനം വരെ കാണുന്നവൻ്റെ ഉള്ളിൽ ഒരു ഭയം നിറയ്ക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ജോണർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കൂടുതലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ രീതിയിലാണ് പോയിട്ടുള്ളത്. കിടുക്കൻ ഒരു ഇൻ്റർവെൽ ബ്ലോക്കുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് ഒരു ആക്ഷൻ ത്രില്ലർ റിവഞ്ച് പരിപാടിയിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അവിടെയും 2-3 കിടിലൻ ആക്ഷൻ ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഡയറക്ടർ മുതൽ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ടീമുകളും ഇന്ന് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ തന്നെ ഏറ്റവും മികച്ച ആളുകളുടെ പേരാണ്. കുറച്ച് പേരുകൾ: എഡിറ്റർ ചമൻ ചാക്കോ, മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, ജോമോണ്ടി ജോൺ DOP, വേറെ 2 ക്യാമറമാൻമാർ കൂടി ഉണ്ട്. പിന്നെ ജൂഡ് ആൻ്റണിയുടെ സംവിധാനം 2018 ശേഷം വരുന്ന സിനിമ ഒട്ടും നിരാശപ്പെടുത്തില്ല. ഇതൊരു പെർഫെക്റ്റ് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻജോയബിൾ സിനിമയാണ്. ഇതിൻ്റെ കഥയിൽ പുതുമയുണ്ടോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷേ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന 4-5 കിഡിലൻ ആക്ഷൻ ബ്ലോക്കുകളുള്ള, അതിൽ 1-2 ആക്ഷൻ ചെറുതാണ്. പക്ഷേ യാനിക് ബെന്നിനെ പോലെയുള്ള സ്റ്റണ്ട് മാസ്റ്റേഴ്സ് വന്ന് ചെയ്തത് കൊണ്ടും ഇതിൽ നായിക ആയിട്ടുള്ള വിസ്മയ മോഹൻലാൽ റിയൽ ലൈഫിലും മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഇതിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം തന്നെ അതിമനോഹരമായി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ ഈ സിനിമയിൽ ക്യാമിയോ ചെയ്യുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മോഹൻലാലിൻ്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സമ്മറിയം ബദലത്തിലത്തെ നിരഞ്ജൻ്റെ ഒരു വരവ് പോലെയൊക്കെ ഫീൽ ചെയ്തു. ആ സമയത്ത് ഒരു BGM പരിപാടികളും പുള്ളിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ലാലേട്ടനൊരു ആക്ഷൻ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് എത്രത്തോളം ആവശ്യകമായിരുന്നു എന്നതിനെ കുറിച്ച് എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ തിയേറ്ററിൽ നല്ല കയ്യടി ഉണ്ടായിരുന്നു. പിന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ്, പുള്ളി ഒരു കിടിലൻ, എന്താ പറയുക, ഞാൻ ഒട്ടും ചിന്തിച്ചിട്ടില്ല. ഒരൊറ്റ ഡയലോഗ് ഈ സിനിമയിൽ പുള്ളി പറയുന്നുള്ളൂ. പക്ഷേ തുടക്കം മുതൽ അവസാനം വരെ പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു നെഗറ്റീവ് റോളാണ്. പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്ക് പേടിയാവുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽ സൈഡും മ്യൂസിക് സൈഡും ഒക്കെ ഈ സിനിമയെ ഇത്രത്തോളം എൻ്റർടൈൻ ചെയ്യുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. വിസ്മയും മോശമാക്കിയെന്നൊന്നും പറയാനില്ല. പക്ഷേ പഠിച്ചോളും. തിയേറ്ററിൽ വാച്ച് ചെയ്താൽ ഒട്ടും നഷ്ടം തോന്നാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും ഓണത്തിൻ്റെ റിലീസുകൾ വരുന്നത് വരെ ഇത് നിറഞ്ഞോടിക്കോളും. ഇനിയിപ്പോൾ എനിക്ക് തോന്നിയ ചില നെഗറ്റീവുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ക്യാരക്ടറുകളുടെ പെർഫോമൻസും ചില ക്യാരക്ടറൈസേഷനും വേണ്ടായിരുന്നു എന്നുള്ള പോലെ തോന്നി. ഫോർ എക്സാമ്പിൾ ഗണേഷിൻ്റെ ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. പിന്നെ പുള്ളിയുടെ കൂടെ നടക്കുന്നൊരു ക്യാരക്ടറുണ്ട്, ഗൾഫുകാരൻ തന്നെയാണ്. അത് അവരുടെ പെർഫോമൻസ് മോശമൊന്നുമല്ല. അങ്ങനത്തെ ആ ക്യാരക്ടറുകൾ കുറച്ച് മൊത്തത്തിലുള്ള മൂഡിന് ഒരു സെറ്റ് താഴെ നിൽക്കണ പോലെ തോന്നി. പിന്നെ ബോബി കുര്യൻ നമുക്ക് പണ്ട് രഞ്ജി പണിക്കർ കുറേ സിനിമയിൽ അടുപ്പിച്ച് വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് മടുത്തു പോയില്ലേ. അതുപോലെ ഈ ഒരു പരിപാടി പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ നമുക്ക് മൊത്തത്തിൽ മടുക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് തോന്നി. പിന്നെ പതിവ് പോലെ പ്രൊഡ്യൂസർ സാറ് വരുന്നുണ്ട്, വെറുതെ വരികയാണ്. അതൊരു കഥാസന്ദർഭത്തിനും ഒട്ടും യോജിക്കാത്തൊരു ഡയലോഗും പറഞ്ഞ് വെറുതെ അങ്ങ് പോകും. അത് പിന്നെ പുള്ളി ചെയ്യുന്ന പടങ്ങളിൽ പുള്ളി വരുന്നത് ഇപ്പം നമുക്ക് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി ഇതിനകത്ത് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. എസ്പെഷ്യലി എടുത്ത് പറയാൻ തോന്നിയത് ഒരൊറ്റ സിംഗിൾ ഡയലോഗ് മാത്രം പറഞ്ഞിട്ടും തുടക്കം മുതൽ അവസാനം വരെ ഇതിൽ ആശിഷ് ചെയ്തൊരു പെർഫോമൻസ്. പിന്നെ പലപ്പോഴും എൻ്റെ മനസ്സിലൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു. മെയിൻ ലീഡായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ അതും പ്രശ്നങ്ങളില്ലാതെ ഇമോഷൻ രംഗങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിൽ വിസ്മയ ഭയങ്കരമായിട്ട് വിജയിച്ചു എന്ന് വേണം പറയാൻ. ആക്ഷൻ സീക്വൻസുകൾ പെർഫെക്റ്റ്.